ജനശ്രീ കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനവും എം ലീല കൈവേല പുരസ്കാര സമർപ്പണവും അരൈ മോനാച്ചയിൽ നടന്നു. 75 വർഷക്കാലമായി ബി.ഡി മേഖലയിൽ ജോലി ചെയ്തു വരുന്ന കാർത്തികേയയിലേക്ക് അച്യുതനാണ് അവാർഡ് സമർപ്പിച്ചത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ജില്ലാ ആശുപത്രിയിലെ മരുന്നുക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ജനശ്രീ കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. എം ലീല കൈവേല പുരസ്കാര സമർപ്പണത്തോടുകൂടി അരൈ മോനാച്ചയിലെ പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം ജനശ്രീ കാസർഗോഡ് ജില്ലാ ട്രഷറർ പി സുധർമ്മ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയുടെ പ്രേരണയായിരുന്നു ശ്രീമതി ലീല. 2007 നമ്മുടെ ജനശ്രീ ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി രൂപീകരിക്കുന്നത്. 2007 ഫെബ്രുവരി 2 ആദ്യമായി MMSNGയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നത്. 2008 മുതൽ ഈ മോനാച്ച യൂണിറ്റിൻ്റെ അധ്യക്ഷയായിരുന്നു ശ്രീമതി ലീല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി 15 വർഷക്കാലത്തോളം, അതായത് 2023 നമ്മോട് വിട പറയുന്ന സമയം വരെ യൂണിറ്റിന്റെ ചെയർമാനായിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇവ സുജിത്ത് പറഞ്ഞതുപോലെ എന്നെ ഒഴിവാക്കി. ചടങ്ങിൽ മണ്ഡലം ചെയർമാൻ സുജിത്ത് പുതുക്കൈ അധ്യക്ഷനായി. 75 വർഷക്കാലമായി ബി.ഡി മേഖലയിൽ ജോലി ചെയ്തു വരുന്ന കാർത്തികേയയിലേക്ക് അച്യുതനാണ് ജനശ്രീ മോനാച്ച യൂണിറ്റ് ചെയർപേഴ്സണായിരുന്ന എം ലീലയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൈവേല പുരസ്കാരം സമ്മാനിച്ചത്. നഗരസഭാ മുൻ കൌൺസിലർ അനിൽ വാഴുന്നോരടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനശ്രീ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ട്രഷറർ ശാന്ത പുതുക്കൈ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുകുമാരൻ, സാമൂഹ്യ പ്രവർത്തകൻ ഇ.വി. വിജയനുപ്പിലിക്കൈ, ജനശ്രീ ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് മോനാച്ച, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിനുപ്പിലിക്കൈ, ഈസ്റ്റ് ലേരി പഞ്ചായത്ത് അംഗം എം.വി. ലിജിന, ബൂത്ത് പ്രസിഡന്റ് മനോജ് ഉപ്പിലിക്കൈ, പ്രസാദ് ഉപ്പിലിക്കൈ, സുബേഷ്, രാജൻ ബന്ദർക്ക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.